ഞാൻ ചോദിക്കട്ടെ, ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പ്രതിഷേധിക്കുന്നു വെച്ചാൽ ആണും പെണ്ണും തമ്മിലുള്ള ചുംബനത്തെ ഇവർ എതിർക്കുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇവരുടെ പ്രതിഷേധം കാരണം നിങ്ങൾ പേടിച്ച് അത്തരം ചുംബന രീതികളിൽ നിന്ന് മാറുന്നു. അല്ലെങ്കിൽ അപ്പോ അമ്മയും മകനും ഞാൻ പറഞ്ഞ അമ്മയും മകനും തമ്മിലുള്ള ചുംബനമാണ് നടക്കുന്നെങ്കിൽ എന്ത് പ്രതിഷേധമാണ് ചോദിക്കുന്നത്? തിരുവനന്തപുരത്ത് ഇത് നടക്കാൻ പോകുന്ന 2 ആഴ്ച കഴിഞ്ഞ് നടക്കാനുള്ള ഒരു പദ്ധതി ഉണ്ടെന്ന് പറയുന്നു. ആ സംഘാടകരെ ഞാൻ നേരിട്ട് വിളിച്ചത്. അവർ പറഞ്ഞ മാധ്യമങ്ങളെ ഞങ്ങൾക്ക് ഫേസ് ചെയ്യാൻ ചില പേടിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാരും ചോദിക്കും, അപ്പൊ ഞാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഞങ്ങൾക്ക് ധൈര്യമുണ്ട്. ഞങ്ങൾക്ക് ധൈര്യമില്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരില്ലല്ലോ. എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അല്ല, നിങ്ങളൊക്കെ കയറി ഇടപെട്ടോട് എല്ലാത്തിനും കയറി ഇടപെട്ടോട്. ഇതിന് ചുംബിക്കാൻ മാത്രം എന്തിനാ? ബാക്കി എല്ലാ കേസിലും കയറി ഇടപെട്ടോട്. പട്ടിണി കൊണ്ട് നൂറുകണക്കിന് പേര് മരിക്കണം. അല്ല, ആ അട്ടപ്പാടിയിലോ ആദിവാസികളെ ഉദ്ധരിക്കാൻ പോവോ? ഞാൻ രാഹുലിനോട് രശ്മിയോട് ചോദിക്കുന്നു, മറൻ ലെവൽ ഇത്രയും പബ്ലിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഈ ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ധൈര്യമുണ്ട്. ചെയ്യണമോ? അതിനുള്ള ധൈര്യമുണ്ടാവോ നിങ്ങൾക്ക്? കേരളത്തിന്റെ സംസ്കാരം സംരക്ഷിക്കാൻ ആരെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്? ഞാൻ കൊച്ചിയിൽ നിന്ന് തന്നെയല്ലേ. എനിക്കൊരു സംഘടനയുമായിട്ടും ബന്ധമില്ല. എനിക്ക് ഇവരുമായിട്ടോ സാറുമായിട്ടോ ഒരു സംഘടനയുമായിട്ടും ബന്ധമില്ല. ഞാൻ ഇവിടെ ഇരുന്ന് കേൾക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാനൊരു സാറ് പറഞ്ഞ പോലെ ഒരു പൊതുസമൂഹമാണ്, പൊതുജനങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ്. കേരളത്തിന്റെ സംസ്കാരം സംരക്ഷിക്കാൻ ആരെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്?